കട്ടൻ ചായ 133. കട്ടൻ ചായ 133 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സ് 2994 പേരായി. All subscribers are welcomed to this program. Let us make a cup of black tea. ഇൻഗ്രീഡിയൻസ് വേണ്ടത് കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. സ്റ്റാർട്ട് ചെയ്യാം. ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ എല്ലാ സാധനവും സജ്ജീകരിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം ഇൻഡിവിജ്വലായിട്ടുള്ളത് ഓരോന്നോരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം കാണിക്കുന്നത് തേയിലയാണ്. ഡാർജിലിംഗ് ലോങ് ലീഫ് ടീ. നല്ലതാണ്. ഇത് കറുവാപ്പട്ട, ഏലക്ക അത് അരിഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നു. കറുവാപ്പട്ട, ഏലക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, മധുരം ആണ്. അത് പഞ്ചസാര ഇല്ലാത്ത മധുരം. അതിൻ്റെ ആ കുഞ്ഞ് സ്പൂണിനകത്ത് 1 സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണിന് 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. ഇത് നമ്മുടെ കപ്പാണ്. ഇത് വെള്ളം എടുക്കാനുള്ള പാത്രം, ചെരുവൻ. ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം. ഇത് വെള്ളം 2 ഗ്ലാസ് ഉള്ളത്, 2 ചായക്കുള്ള വെള്ളമുണ്ട്. സ്പൂണ് വേണം, അതിനകത്ത് സ്പൂണുമുണ്ട്. ഹീറ്ററിൻ്റെ പുറത്തേക്ക് നമുക്ക് തിളപ്പിക്കാനുള്ള വെള്ളം വെക്കണം. അതിനുവേണ്ടി ആദ്യം ചെരുവൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, കറുവാപ്പട്ട, ഏലക്ക ഇടണം. കറുവാപ്പട്ട, ഏലക്കായി നമ്മളിട്ട് ഇന്ന് നമുക്ക് ഇഞ്ചി ഇല്ലാതായിപ്പോയി. ഇഞ്ചി തീർന്നു പോയി. അടുത്ത കടയില്ലാത്തതുകൊണ്ട് പോയി മേടിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ 2 മിനിറ്റ് നേരം സമയമുണ്ട്. 2 മിനിറ്റ് നേരത്തേക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ പ്രോഗ്രാം ഡെയിലി നടത്തുന്നത് നമുക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ്. അതായത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഞാൻ ആ ഒരു വചനം പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ചാപ്റ്റർ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു വിശ്വാസമാണ്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് സങ്കല്പിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം എൻ്റെ യൂട്യൂബ് ചാനലിന് ദൈവാനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 3000-നടുത്ത് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ ഞാനൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇതുവരെ ഈ ചാനലിൽ നിന്ന് ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ സോമനസാല ചെയ്യുകയാണ്. നിങ്ങൾക്കത് പ്രേരണ തരുന്നത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിനോട് ഞാൻ പറയും, ദൈവം നിങ്ങളോട് പറയും. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഇമോജി ഇട്ടാൽ മതി. ഒരു ഇമോജി ഇടുന്നതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എഴുതുന്നതിന് പകരം കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നമ്മളൊരു ഇമോജി അതിനകത്തോട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു കൈ എന്തെങ്കിലും ഒരു സാധനം അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അത് ഞാൻ എപ്പോഴും ഞാൻ യൂട്യൂബിൻ്റെ അതുണ്ടല്ലോ, ആ വൈറ്റിയിൽ പോയിട്ട് മെസ്സേജ് വന്നതൊക്കെ ഞാൻ നോക്കും. അപ്പം എനിക്കതോടെ കാണാൻ പറ്റില്ല. ഒരാളൊരു പൂ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കൈ ഇട്ടിരിക്കുന്നത്, ഒരു ഇമോജി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇമോജി ഇട്ട ആൾ ആരാണെന്ന് യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ചാനലിൽ പോയിട്ട് നമ്മൾ അവരുടെ ഒരു വീഡിയോയും കണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യും. അതാണ് എൻ്റെ നയം. അതാണ് അങ്ങനെ ഞാൻ ഒത്തിരി പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൻ്റെ ഒരു അനുവാദമുള്ളതാണ്. അതായത് സബ് ടു സബ് അല്ല. നമ്മളൊരാളുടെ വീഡിയോ കണ്ട് നമുക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിന് യൂട്യൂബ് തടസ്സം പറയുകയില്ല. വെള്ളം തിളച്ചു, ഹീറ്റർ ഓഫ് ചെയ്ത് നമ്മൾ ചായ ഇടുന്നു, തേയില ഇടുന്നു, ഇട്ടു. ഇനി നമുക്ക് അത് അരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ നമുക്ക് അരിക്കാനുള്ള പാത്രത്തിലേക്ക് 2 കുഞ്ഞ് സ്പൂൺ ഇടുക. അരിക്കാനുള്ള പാത്രം മഗ്ഗാണ്. മഗ്ഗിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ ഇടുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് പകരമുള്ള സാധനം അതിട്ട്, എന്നിട്ട് നമുക്ക് അതിലേക്ക് അതാണ് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത്. ആ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനത് 5 മിനിറ്റ് ഞാനത് അനങ്ങാതെ വെച്ചുകൊണ്ടിരുന്നിട്ട്, അനങ്ങാതെ മീൻസ് അത് അതിനടുത്ത് പിന്നെ നമ്മളത് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അതവിടെ ഇരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ കളറെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആ കറുവാപ്പട്ടയുടെ സ്വാദും ഇഞ്ചിയുടെ സ്വാദും, ഇഞ്ചിയില്ല
കറുവാപ്പട്ടയും പിന്നെ ഏലക്കായുടെയൊക്കെ സ്വാദ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 സിസ്റ്റം അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറയാറുള്ളതാണ്. ലൈറ്റ്, മീഡിയം ആൻഡ് ഡാർക്ക്. ഇത് ഡാർക്കാണ്. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, അത് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞ് നമുക്കത് കപ്പിലേക്ക് ഒഴിച്ചു. കപ്പിലേക്ക് ഒഴിക്കുന്ന പരിപാടി ഇച്ചിരി ശ്രദ്ധയോടുകൂടി ചെയ്യണം. ക്യാമറയും ഒരു കൈ ക്യാമറ, ഒരു കയ്യിൽ കപ്പ്. അപ്പോൾ ഒരു കപ്പിനകത്ത് നമുക്ക് നോക്കിയ ക്യാമറയ്ക്കകത്ത് നിന്ന് കണ്ണ് വിട്ടു പോകും. അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് ഔട്ടായി പോകും. അപ്പം ക്യാമറയ്ക്കകത്ത് നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അതായത് ഈ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അടുക്കളയിൽ നിന്ന് എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. മേശപ്പുറത്ത് നമ്മളിനി ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വരും. ആദരവ് എന്ന് പറയുമ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കണം. വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മൾ പിന്നെ എടുക്കുകയും അത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനോട് റെസ്പെക്റ്റ് കാണിക്കണം. അപ്പോൾ റെസ്പെക്റ്റോടുകൂടി നമ്മൾ ബൈബിൾ കൊണ്ടുവന്ന് നമുക്ക് ഇന്നത്തെ വചനം തരുന്നത് ബൈബിൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ്റെ. അതിൻ്റെ ഇന്നത്തെ അധ്യായത്തിൻ്റെ, അതായത് 22-ാം തീയതിയാണ് ഇത് നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം ലേറ്റായി പോയിട്ടുണ്ടെന്നാണ്. അപ്പം യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിൽ 7, 16, 17, 18, 19 വചനങ്ങളാണ്. അതിനാണ് ഈ ബൈബിളിൽ ഇത് കാണിക്കുന്നത്. അത് നമ്മൾ ബൈബിളിൽ ക്യാമറയ്ക്കകത്ത് കാണിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കി ഞാൻ വായിക്കാം. യോഹന്നാൻ അധ്യായം 4. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അതിനുശേഷം 16-ാമത്തെ അവൻ പറഞ്ഞു, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.